ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് നമ്മൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിലിയർ നമ്മൾ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്നത് പോലെ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഒരു കുഞ്ഞു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ള കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയിലിയേഴ്സിനെ കുറച്ചും കൂടെ ഈസിലി നമുക്ക് എന്താ പറയുക ഗിവ് അപ്പ് ചെയ്തിട്ട് ഫെയിലിയേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സക്സസ്ഫുൾ സ്റ്റോറീസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വേഗം വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഫെയിലിയർ വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഒരു മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അത് പല കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഒരു എക്സാം ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. നമുക്ക് ആ ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സാം നമ്മൾ പാസ്സായില്ല, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണൽ കാര്യം അത് നമുക്ക് സക്സസ്ഫുള്ളായി നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പൊ നമ്മൾ എന്താ ആദ്യം വിചാരിക്കുക, ഓ എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണൽ തിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു ജോലിയോ അല്ല നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊരു ഇമ്പോർട്ടൻ്റ് എക്സാം ആണെന്നുള്ളതും ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇന്റർവ്യൂ ആയിരുന്നു എന്നുള്ളതും ഒക്കെ നമ്മളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് ഇതൊന്നും അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്നുള്ള ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. നമുക്ക് മുന്നോട്ടും ജീവിതമുണ്ട്, മുന്നോട്ടും ഒരുപാട് എക്സാംസ് വരാനുണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കുക, നമുക്ക് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യമാണ്, ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിൽ തന്നെ നല്ലപോലെ വിശ്വസിച്ചിട്ട് നമ്മളൊരു 100% നമ്മളുടെ ഹാർഡ് വർക്കും നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്ത് ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമ്മൾ 100% ഹാർഡ് വർക്കും കോൺട്രിബ്യൂഷനും ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും കേട്ടോ. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ വെറുതെ ആഗ്രഹം ഉണ്ടായി നമ്മൾക്ക് അതൊരു കാര്യം ചെയ്യണം എന്ന് 100% ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ അതിന് 100% കോൺട്രിബ്യൂഷനും 100% നമ്മൾ ഹാർഡ് വർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും സാധിച്ചിരിക്കും. നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് എന്തായാലും അതിന് റിസൾട്ട് കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് ഇന്ന് നമ്മൾ 100% ഹാർഡ് വർക്ക് കൊടുത്തിരുന്ന നാളെ നമുക്കത് നടക്കും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടൊന്ന് നടക്കും കേട്ടോ. നമ്മൾ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും നമ്മളുടെ ദൈവം മറക്കില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതെനിക്ക് സത്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 100% ഹാർഡ് വർക്ക് കൊടുത്ത് കോൺട്രിബ്യൂഷൻ കൊടുത്ത് നമ്മളൊരു കാര്യം അങ്ങ് ചെയ്യുക. നമ്മൾ റിസൾട്ട്സിനെ കുറിച്ച് അങ്ങ് മറന്നു കളയുക. അത് എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു ഫെയിലിയർ വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടിങ് കിടക്കൊക്കെ അടച്ചു വെച്ച് അതോടുകൂടി ആ പരിപാടി നിർത്താതെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അതിനെക്കുറിച്ച് പിന്നെയും നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിന് ഉറപ്പായിട്ടൊരു റിസൾട്ട് ഒരു ദിവസം കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ പാസ്റ്റ് ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ട് ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾക്ക് എത്ര ബ്ലെസ്സിങ്സ് നമുക്ക് ചുറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാണുന്നത് നമ്മളുടെ ഫെയിലിയേഴ്സിനെയും നമ്മളുടെ മിസ്റ്റേക്സിനെയും ആയിരിക്കും അല്ലേ. നമ്മൾക്കിപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. നമ്മൾ അതൊന്നും കാണില്ല. നമ്മൾ അപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ഫെയിലിയറിനായിരിക്കും എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മളുടെ പാസ്റ്റ് മിസ്റ്റേക്സ് ഫെയിലിയേഴ്സ് അതൊക്കെയും അവിടെ വിടുക. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നമുക്കൊരു ബാക്ക്വേർഡ് റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും പോയി അത് തിരുത്താനായിട്ട് പറ്റില്ല. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഫെയിലിയേഴ്സും ഒക്കെ അത് അവിടെ നടന്നു കഴിഞ്ഞു. നമുക്കതൊന്നും ഒരിക്കലും പോയി മാറ്റാനോ അതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ മറന്ന് ഒന്നും കൂടെ മൂവ് ഓൺ ചെയ്ത് നമുക്ക് ഇനി ഒരു ഫെയിലിയർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഒരു വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് ഡ്യൂറേഷൻ മാത്രമുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒരാൾ എന്നും ഫെയിലിയർ ആയിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് എന്നായാലും കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്കൊരു ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാണ്ട് നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ. അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത്. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ തന്നിച്ചാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് അലീന ഓഫീസിൽ പോയപ്പോൾ ഞാൻ തന്നെ എങ്ങനെ ഇരിക്കും തന്നെ ഷൂട്ട് ചെയ്താൽ എന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാടുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് പുതിയതായിട്ട് പണിയുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ വോയിസ് ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇത് വളരെയധികം ഫെയിലിയേഴ്സ് സഹിച്ചെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വൈ നോട്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇതിനെക്കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.